അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പോൾ കറി ഉണ്ടാക്കുകയെന്ന്, ഓഫീസിൽ പോകുമ്പോഴും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വിചാരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഈ പനീർ കണ്ടീന് കേട്ടോ. അപ്പോൾ പനീറിനെ ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ടാണ് കുളിപ്പിച്ചെടുത്ത്. അതിന് ശേഷം അതിനെ വറുത്തെടുക്കണ്ടേ. അപ്പോൾ ഞാനും അതിലേക്കങ്ങോട്ട് പനീറിനെ കംപ്ലീറ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കങ്ങ് ഇട്ടിനെ. അപ്പോൾ അത് അപ്പുറം ഇപ്പുറം ഒരേപോലെ തന്നെ വേവാൻ കേട്ടോ. നല്ല കരിയും ചെയ്ത് എൻ്റെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നിട്ട് അതിനെ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം പറ്റുമെങ്കിൽ 4 സൈഡും ഇങ്ങനെ വെന്ത് വരുന്ന രീതിയിൽ, അധികം വേവൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ചൂട് തട്ടിച്ചിട്ട് കണ്ട് എടുത്താൽ മതി. അതൊക്കെ കോരിയെടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ അത് ഫ്രൈ ആയപ്പോൾ ഞാൻ അതിൽ ബാക്കി വന്ന എണ്ണയിൽ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ടിട്ടാണ്. അതൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി എടുത്തിട്ട് അതിലേക്ക് ഇടണേ. ഉള്ളി നന്നായിട്ട് വഴറ്റണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ഉള്ളി വഴന്ന് വരണേ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ ഈ ഉള്ളി ഇങ്ങനെ കടിക്കും, നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റാൻ നോക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, അത് ചതച്ചിട്ട് ഇടുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചതച്ചിടുന്നുണ്ട്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, കറിവേപ്പില, അത് ഇടുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 1 മാസത്തോളമായത്. ഞാൻ കാസ്ട്രോൾ നല്ല കവറിൽ പൊതിഞ്ഞിട്ട് വെക്കുന്നതാണ്. ഒന്നും പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ കഴുകിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ടതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഇത് 3 ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണേ. വഴന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒന്ന് സെറ്റാവും. സെറ്റായിട്ട് എനിക്കാണെങ്കിൽ തൊണ്ടക്ക് നല്ല വേദന ഉണ്ട്. തണുത്ത വെള്ളം കുടിച്ചിട്ട് ചൂടുകാലല്ലേ, അപ്പോൾ തൊണ്ടക്ക് നല്ല വേദന ഉണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന നിർത്തിയത് എവിടെയെന്നു. അങ്ങനെ നമ്മുടെ പനീർ കയ്യിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി നല്ല സെറ്റാവട്ടത്. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൂപ്പർ മണം ഉണ്ടാവും കേട്ടോ. ഇത് ലാസ്റ്റ് ഒന്ന് തിളപ്പിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് എല്ലാം കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിക്കാൻ വെക്കണേ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മളെ മല്ലിയിലുണ്ടല്ലോ, മല്ലിച്ചപ്പ്, ആ സംഭവം ഇടണം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നല്ല സൂപ്പർ മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവുക. എന്നിട്ട് ഞാനത് കാണിച്ചു കേട്ടത്, ഫോട്ടോ എടുത്തത്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിൽ ഇങ്ങനെ പനീർ ഉണ്ടാക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.